വെച്ചാൽ നെക്സ്റ്റഡ് സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിനുള്ളിൽ തന്നെ വേറൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിരിക്കുക. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള എന്തായിരിക്കും ചൈൽഡ് സ്ട്രക്ചർ. ആ ചൈൽഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പ് പോലെ തന്നെയായിരിക്കും, സാധാ ഒരു കോമൺ ഡാറ്റ ടൈപ്പ് പോലെ. അപ്പൊ അത് എങ്ങനെയാണ് രണ്ട് തരത്തിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഫസ്റ്റ് സ്ട്രക്ചർ ഇതെന്ന് പറഞ്ഞാൽ പാരന്റ് സ്ട്രക്ചർ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ചൈൽഡ് സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ സെമിക്കോൺ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പേര് കൊടുക്കുക, അതായത് ഈ ചൈൽഡ് സ്ട്രക്ചർ. ഓക്കെ, ഇത് ഫസ്റ്റ്, അതായത് സ്ട്രക്ചറിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ വേറൊരു സ്ട്രക്ചർ കൂടി എഴുതി. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഫസ്റ്റ് ആദ്യം എഴുതി, അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പാരന്റ് സ്ട്രക്ചർ എഴുതി. പാരന്റ് സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ട്രക്ചറിന്റെ നെയിം. ഓക്കെ, ഫസ്റ്റ് സ്ട്രക്ചറിന്റെ ഡാറ്റ ടൈപ്പ് പോലെ, കോമൺ ഡാറ്റ ടൈപ്പ് പോലെ തന്നെ എഴുതി. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിലേക്ക് കടക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ തന്നെ യൂസ് ചെയ്യുന്ന പേഴ്സൺ ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പുതിയതായിട്ട് രൂപീകരിക്കുകയാണ് സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഓക്കെ സ്റ്റുഡന്റ് എന്നാക്കി. സ്റ്റുഡന്റ് എന്നിട്ട് പറഞ്ഞാൽ ആ ഡാറ്റ ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ രണ്ട് സബ്ജക്റ്റുകളുള്ള ഇൻഡ് സബ് 1 പറഞ്ഞാൽ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിലുള്ള സാധാ രണ്ട് സബ്ജക്റ്റ് 2 ഇൻഡ് ടോട്ടൽ. ഓക്കെ, എന്നിട്ട് പറഞ്ഞാൽ ഇതിന്റെ പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ പേഴ്സൺ ആയിട്ടുള്ള തന്നെ ഡാറ്റ ടൈപ്പ് ആക്കി മാറ്റി. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്റ്റുഡന്റ് എന്നാക്കി മാറ്റി. ഓക്കെ, ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, പേഴ്സണലിന് പകരം ഞാൻ പി എന്നാക്കി. ഓക്കെ, അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് എസ് എന്നുള്ളതിന് എസ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആക്കി എഴുതി. ഇനി എന്ന് പറഞ്ഞാൽ ഇതിലുള്ള വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതാ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാ സ്റ്റുഡന്റ് എസ് എന്നുണ്ടല്ലോ ഉണ്ടാക്കിയുള്ളത്. അപ്പൊ എസ് എന്നുള്ള ഡാറ്റ ടൈപ്പില് എസ് ഡോട്ട് പിന്നെന്താ ഇതിന്റെ വരിക, ഇപ്പൊ ഹൈറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പോകണമെങ്കിൽ എന്നാണ്. ഫസ്റ്റ് നമുക്ക് ഹൈറ്റ് കൊടുക്കാം, പി ഡോട്ട് ഹൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഹൈറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 എന്ന് കൊടുത്തു ഞാൻ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പേരുണ്ടാവുക, ഇത് എസ് ഡോട്ട് പി ഡോട്ട് ഹൈറ്റ്. ഓക്കെ, അതാണ് വരിക. നമുക്ക് നോക്കിയാൽ എന്താ പ്രിന്റ് ചെയ്യുന്നുള്ളത്. കണ്ട 11 മീറ്റേഴ്സ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ പാരന്റ് എന്താ ഡാറ്റ ടൈപ്പിന്റെ പേര് എസ് എന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ചൈൽഡ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ചൈൽഡിന്റെ ഇനി ചൈൽഡിന്റെ ഉള്ളിലുള്ളതാണ് ഹൈറ്റ്, അതുകൊണ്ടാണ് ഇത് വന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞാൽ ചൈൽഡിന്റെ ഉള്ളിലാത്ത ഒരു സബ്ജക്ട് 1 ആണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും എസ് ഡോട്ട് സബ്ജക്ട് 1. ഓക്കെ, സബ് 1 ആണ് കൊടുക്കുന്നത്. അപ്പൊ സബ് 1 ഈക്വൽ ടു 100 ഒരു 97 മാർക്ക്. ഓക്കെ, ഇനി അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, നമ്മൾ നോർമലി നേരത്തെ പ്രിന്റ് ചെയ്തിരുന്ന പോലെ എന്താണ് എസ് മാത്രം മതിയില്ലേ. എസ് ഡോട്ട് എന്താ വേണ്ടി, എസ് ഡോട്ട് സബ് 1. ഓക്കെ, ഇത് പറഞ്ഞ പേഴ്സൻറ്റേജ് ബി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കണ്ട 97 മീറ്റേഴ്സ് എന്ന് വരണ്ട, അത് പറഞ്ഞാൽ നമ്മൾ മാർക്ക് മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് രണ്ടാമത്തെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്തായി, ഈ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറിന്റെയും ഇത് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതാണ് ഉള്ളിലുള്ള സ്ട്രക്ചർ. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഡിഫറെന്റ് മെത്തേഡിൽ എങ്ങനെ എഴുതാം. ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പുറത്താക്കി എഴുതി. ഓക്കെ, സ്റ്റുഡന്റ് ആണ് പേരന്റ്, അപ്പൊ ചൈൽഡ് ആദ്യം എഴുതി. ഓക്കെ, ഈ ചൈൽഡ് എഴുതിയിട്ട് ഈ ചൈൽഡിന്റെ എന്താക്കി നമ്മള് ഇതാ ഈ പിക്ക് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കി എഴുതി, സ്ട്രക്ട് പേഴ്സൺ പി എന്നു കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ തരത്തിൽ നമുക്ക് എഴുതാം. ഇപ്പൊ എന്തായാലും ഇങ്ങനെയും കൊടുക്കാം. അതാണ് ഇത് രണ്ട് തരത്തിലുള്ള ഡിഫറൻസ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലൈസേഷൻ ചെയ്യണല്ല ഡിക്ലറേഷൻ ചെയ്യണത്. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ പഠിച്ചു, സ്ട്രക്ചർ പോയിന്റേഴ്സ് നമ്മൾ നോക്കി എന്ന് പറഞ്ഞാൽ
ഇനി സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്നുണ്ടല്ലോ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്നത് തന്നെയാണ്. ഈ സെൽഫ് റെഫറൻസ് സ്ട്രക്ചേഴ്സ് ഇൻ സി ദോസ് സ്ട്രക്ചേഴ്സ് ദാറ്റ് കണ്ടെയ്ൻ റെഫറൻസ് ടു ദ സെയിം ടൈപ്പ് ആസ് ദിസ് ദംസെൽഫ്സ്. ഓക്കെ, സെയിം ടൈപ്പ് തന്നെയാണ്, അതിലേക്ക് തന്നെ പോയിന്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചർ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സി യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗ് ഫീൽഡ് ഒക്കെ എന്താണെന്ന് നോക്കാം. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, ബൈ.